Chapter 7 Plants and Animals Depends on each other. Our environment consists of living and non-living components. Plants and animals are the living components. We know that our environment consists of non-living and living components. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെല്ലാം കൂടെ കൂടിച്ചേർന്നാണ് നമ്മുടെ പരിസ്ഥിതി അതല്ലെങ്കിൽ എൻവയോൺമെന്റ് ഉണ്ടായിരിക്കുന്നത്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ ദ ലിവിങ് കമ്പോണൻസ്. ഇതിൽ പ്ലാന്റ്സും ആനിമൽസും ലിവിങ് കമ്പോണൻസ് ആണ്. എയർ, വാട്ടർ, ലൈറ്റ്, ഹീറ്റ് ആൻഡ് സോയിൽ ആർ ദ നോൺ ലിവിങ് കമ്പോണൻസ്. എയർ, വാട്ടർ, ലൈറ്റ്, ഹീറ്റ്, സോയിൽ ആർ ദ നോൺ ലിവിങ് കമ്പോണൻസ്. ഇതൊക്കെ ജീവനില്ലാത്ത കമ്പോണൻസ് ആണ്. അപ്പം പരിസ്ഥിതി ഉണ്ടായിരിക്കുന്നത് ലിവിങ് കമ്പോണൻസ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ് കൂടിച്ചേർന്നാണ്. അതിൽ ലിവിങ് കമ്പോണൻസ് പ്ലാന്റ്സും ആനിമൽസും ലിവിങ് കമ്പോണൻസ് ആണ്. എയർ, വാട്ടർ, ലൈറ്റ്, ഹീറ്റ്, സോയിൽ ഇതെല്ലാം നോൺ ലിവിങ് കമ്പോണൻസ് ആണ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കോ എക്സിസ്റ്റ് ഇൻ നേച്ചർ. പ്ലാന്റ്സും ആനിമൽസും കോ എക്സിസ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് ഈ നേച്ചറിൽ കഴിയുന്നു. പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഓൾ ലിവിങ് ബീങ് നീഡ്സ് ഫുഡ് ടു സ്റ്റേ അലൈവ്. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ആഹാരം ആവശ്യമാണ്. അത് ജീവനോടെ ഇരിക്കാൻ ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ടു നീഡ് ഫുഡ്. മോസ്റ്റ് പ്ലാന്റ് ഹാവ് എ ഗ്രീൻ പിഗ്മെന്റ് കോൾഡ് ക്ലോറോഫിൽ. മിക്കവാറും എല്ലാ പ്ലാന്റ്സിൻ്റെ അകത്തും ഒരു ഗ്രീൻ പിഗ്മെന്റ്, ആ ഗ്രീൻ പിഗ്മെന്റിന്റെ പേര് ക്ലോറോഫിൽ. ക്ലോറോഫിൽ ഉണ്ട്. യു ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ലാസ്റ്റ് ക്ലാസ്. ദാറ്റ് ഹെൽപ്സ് ദം produce their own food. Green plants have a pigment called chlorophyll. Because of the presence of this chlorophyll, plants can produce their own food. പ്ലാന്റ്സിന് അതിൻ്റെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും ക്ലോറോഫില്ലിൻ്റെ സഹായത്തോടെ. പ്ലാന്റ്സ് പ്രൊഡ്യൂസ് their own food through the process of photosynthesis. പ്ലാന്റ്സ് അതിൻ്റെ ആഹാരം അത് തന്നെ നിർമ്മിക്കുന്നു. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. ഇൻ ദിസ് പ്രോസസ് പ്ലാന്റ്സ് യൂസസ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ എയർ ആൻഡ് വാട്ടർ ഫ്രം ദ സോയിൽ ആൻഡ് മേക്ക് ഫുഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. ഈ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിൽ പ്ലാന്റ്സ് ഉപയോഗിക്കുന്ന രണ്ടൊന്ന് കാര്യങ്ങളുണ്ട്. കാർബൺ ഡയോക്സൈഡ് ഫ്രം എയർ. ഒന്ന് കാർബൺ ഡയോക്സൈഡ് ഫ്രം എയർ. ഓക്കെ, പ്ലാന്റ്സ് യൂസസ് കാർബൺ ഡയോക്സൈഡ് ഫ്രം എയർ. വാട്ടർ ഫ്രം സോയിൽ. വാട്ടർ ഫ്രം സോയിൽ. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് ഫ്രം എയർ ആൻഡ് വാട്ടർ ഫ്രം ദ സോയിൽ ആൻഡ് ഇറ്റ് യൂസസ് സൺലൈറ്റ് ഇൻ ക്ലോറോഫിൽ. ഓക്കെ, അപ്പം ക്ലോറോഫില്ലിൻ്റെയും സൺലൈറ്റിൻ്റെയും സഹായത്തോടെ കാർബൺ ഡയോക്സൈഡും വാട്ടറും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. സിൻസ് പ്ലാന്റ്സ് ക്യാൻ മേക്ക് ദെയർ ഓൺ ഫുഡ്, ദേ ആർ കോൾഡ് പ്രൊഡ്യൂസേഴ്സ്. പ്ലാന്റ്സ് അതിൻ്റെ തന്നെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിനെ നമ്മൾ പ്ലാന്റ്സിനെ തന്നെ വിളിക്കും, പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കും. ആനിമൽസിന് ആ കഴിവില്ല. പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ് ഫോർ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആനിമൽസ് cannot make their own food, so they eat plants or other animals. ആനിമൽസിന്
അതിന് തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് ആനിമൽസ് സാധാരണ ചെയ്യുന്നത് ഒന്നെങ്കിൽ പ്ലാന്റ്സിനെ ഈറ്റ് ചെയ്യും, അതല്ലെങ്കിൽ അതർ ആനിമൽസിനെ അതിൻ്റെ ആഹാരമാക്കും. They are called consumers. Okay, the food producers, the plants produce their own food, so the plants are called producers. Animals depends plant for their food, so that they are called consumers. Two words, producers and consumers. What is producers? Plants are producers because they make their own food. Animals are consumers because they depend plants for the food.